അപ്പം ഇന്നലെ വരെ പഠിപ്പിച്ചത് ഓക്കെ ആണല്ലോ? നമ്മുടെ മിഷേലിന് ഓക്കെ ആണോ? മിഷേൽ സർ. ദിവ്യയ്ക്ക് ഓക്കെ അല്ലേ? ദിവ്യ ഓക്കെ. അപ്പം ഞാൻ ഇനിയും ഉള്ള എക്സാമ്പിൾ ഞാനൊന്ന് വായിക്കാം. എക്സാമ്പിളിൽ കോമൺ എക്സാമ്പിൾ ഓഫ് മൊമെൻ്റ് ഓഫ് ഫോഴ്സിനകത്ത് നമുക്ക് പഠിക്കാനുള്ളതൊന്ന്, അതായത് ഒരു ഡോറ് നമ്മൾ പുഷ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഡോറ് നമുക്ക് അടയ്ക്കണേലും തുറക്കണേലും അറ്റത്ത് വിജാഗിരി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അല്ലേ? വിജാഗിരി, ശരിയല്ലേ? വിജാഗിരി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ വിജാഗിരിയുടെ വർക്കിംഗ് എന്താ? മൊമെൻ്റ് ഓഫ് ഫോഴ്സ് ആണ്, ശരിയല്ലേ? വിജാഗിരി എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഇരിക്കും വിജാഗിരി. അതിൻ്റെ അറ്റത്ത് നോക്കിയാൽ ഇവിടെ അല്ലേ? അപ്പം വിജാഗിരിയുടെ വർക്കിംഗ് എന്ത് തന്നെയാണ്? വിജാഗിരിയുടെ വർക്കിങ്ങും എന്ത് തന്നെയാണ്? നമ്മുടെ മൊമെൻ്റ് ഓഫ് ഫോഴ്സിനകത്താണ് പെടുന്നത്. ഓക്കെ. ഇനി അതേപോലെ തന്നെ വേറെ എന്താ? ഇപ്പം ഞാനിത് ഫുൾ വായിക്കാൻ നോക്കിയോ. ടു ഓപ്പൺ ഓർ ഷട്ട് എ ഡോർ വി അപ്ലൈ എ ഫോഴ്സ് എഫ് നോർമൽ ടു ദ ഡോർ അറ്റ് ഇറ്റ്സ് ഹാൻഡിൽ P, which is provided at maximum distance from the hinges. You must have experience on applying force at the point Q. Much greater effort is required to open the door, and if the force is applied at hinges R, you are not able to open the door. Howsoever large force is applied. Thus, it is for this reason that the handle P is provided near the free end of the door, so that a smaller force being at a larger perpendicular distance from the hinges produce maximum moment of force that required to open the door. ഞാൻ ക്ലിയർ ആയിട്ടൊരു കാര്യം വായിക്കും. ഞാൻ ആ ഡോർ ഇച്ചിരി വലുതാക്കി വരയ്ക്കാം. നിങ്ങൾ നോക്കി, ഞാനൊരു ഡോർ, ഇതാണ് നമ്മുടെ ഡോർ, നോക്കിക്കോളൂ. ഇത് നമ്മുടെ കംപ്ലീറ്റ് ഡോറാണ്. ഓക്കെ. ഈ ഡോറിൻ്റെ ഇതാണ് ഡോർ. ഈ ഡോർ ഞാനിങ്ങനെ തുറന്ന് വെക്കുക, അതായത് ഈ ഡോർ ഇങ്ങനെ തുറന്ന് വെക്കുക. ഓക്കെ. ഇത് ഡോറിൻ്റെ മറ്റേ കട്ടളയാണ്, ഇത് കട്ടളയാണ്. ഇത് ഞാൻ തുറന്ന് വെച്ചിരിക്കുകയാണ്. ഹാൻഡിൽ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ഹാൻഡ് ഇവിടെ അല്ലേ കൊടുത്തിരിക്കുന്നത്? ആണോ? എല്ലാവരും ശ്രദ്ധിച്ചോണം, ഇവിടെ അല്ലേ കൊടുത്തിരിക്കുന്നത്? അപ്പോൾ ഇവിടെ കൊടുക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ഹിഞ്ച്. ഇവിടെ ഒരു ഹിഞ്ച് കൊടുക്കും, നേരത്തെ ഞാൻ വരച്ച പോലത്തെ സാധനം. ഇവിടെ ഒരു ഹിഞ്ചുണ്ട്, ഇവിടെ ഒരു ഹിഞ്ചുണ്ട്. അങ്ങനെ 3 വിജാഗിരി നമ്മളൊരു കഥയെ കൊടുക്കുക. അപ്പം എനിക്ക് ഇവിടെ ഫോഴ്സ് കൊടുക്കുമ്പോഴാണോ ഇത് പെട്ടെന്ന് അടയുന്നത്? ഇവിടെ ഫോഴ്സ് കൊടുക്കുമ്പോഴാണോ അതോ ഇവിടെ ഫോഴ്സ് കൊടുക്കുമ്പോഴാണോ? എവിടെ? സ്ക്രീൻ കാണാം. നോക്കിക്കോളൂ. അതായത് ഇതാണ് നമ്മുടെ കതക്, ഇതാണ് നമ്മുടെ കതക്. നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ കതക്. ഞാൻ ആ കതക് വരയ്ക്കുക. കതകല്ല, കട്ടിള. ഇത് കട്ടിളയാണെന്ന് വിചാരിച്ചു. ഇതാണ് കട്ടിള. അപ്പോൾ ഇതിൻ്റെ കതക് ഞാൻ തന്നെ ഇങ്ങനെ അങ്ങ് വരയ്ക്കുകയാണ്. ഇത് കതക് തന്നെ ഇങ്ങനെ അങ്ങ് വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ കതക്, ഇതാണ് നമ്മുടെ കതക്. ഓക്കെ. ഇതാണ് നമ്മുടെ കതക്, ഇതാണ് നമ്മുടെ കതക്. ഓക്കെ. എവിടെയാ നമ്മുടെ ഹാൻഡിൽ എവിടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? ഇവിടെയല്ലേ കൊടുത്തിരിക്കുന്നത്? ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഫോഴ്സ് കൊടുക്കുന്നു, ഇവിടെ ഫോഴ്സ് കൊടുക്കുന്നു, ഇവിടെ ഫോഴ്സ് കൊടുക്കുന്നു. അതായത് നമ്മുടെ വിജാഗിരി തന്നെ ഈ 3 പോർഷനിലായിരിക്കുന്നത്. ഇവിടെ ഒരു വിജാഗിരിയുണ്ട്, ഇവിടെ ഒരു വിജാഗിരിയുണ്ട്, ഇവിടെ ഒരു വിജാഗിരിയുണ്ട്. ഓക്കെ. ഇവിടെ ഏത് ഫോഴ്സാണ് നമുക്ക് കൂടുതൽ എഫർട്ട് കൊടുക്കേണ്ടി വരുന്നത്? ഇവിടെ കതക് തുറക്കുമ്പോൾ എവിടെയാണ് കൂടുതൽ എഫർട്ട് കൊടുക്കേണ്ടത്? അതായത് ഇവിടെ ശ്രദ്ധിക്കുക. ഈ കതകയിലെ എനിക്ക് കതക് എളുപ്പത്തിൽ തുറക്കാൻ ഞാൻ ഇവിടെ ഫോഴ്സ് കൊടുക്കുന്നതാണോ എളുപ്പം, ഇവിടെ ഫോഴ്സ് കൊടുക്കുന്നതാണോ എളുപ്പം, അതോ ഇവിടെ ഫോഴ്സ് കൊടുക്കുന്നതാണോ എളുപ്പം? എവിടെ? ഇവിടെ ഫോഴ്സ് കൊടുക്കുന്നത് ആണോ മിഷേലെ? അതെ സർ. ആണോ ദിവ്യ? ആണോ സന? അതെ സർ. അതായത് ഇവിടെ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അടയ്ക്കാൻ പറ്റും. ഇവിടെ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പാടായിരിക്കും. ഇവിടെ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അടയ്ക്കാൻ പോലും പറ്റത്തില്ല, അല്ലേ? അതിനർത്ഥം എന്താണെന്നറിയോ? നമ്മുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇതാണ് നമ്മുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ.
കണ്ടോ, ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഇന്നലെ ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ടോർക്ക് കൂടണമെങ്കിൽ ഒന്നെങ്കിൽ ഫോഴ്സ് കൂടുതൽ കൊടുക്കണം, അല്ലെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൂടണം. അപ്പോൾ ഇവിടെ ഫോഴ്സ് നമ്മൾ ഇപ്പോൾ ഇവിടെ കൊടുത്താലും നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഒന്ന് തന്നെയാണ്. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ടോർക്ക് നോക്കി, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൂടിയാൽ ഈ ടോർക്ക് കൂടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കിപ്പം ഇവിടെ ഇത് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വളരെ കൂടുതൽ. കണ്ടോ, ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഓൾറെഡി ടോർക്ക് കൂടുതലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്ത് ചെയ്താൽ മതി, വളരെ കുറച്ച് കൊടുത്താൽ മതി എന്നർത്ഥം. മനസ്സിലായോ? അതാണ് അവിടെ ഫസ്റ്റ്. അതായത് നിനക്ക് ഇവിടെ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ഇവിടെ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് എളുപ്പം. ഏതിനാ എഫർട്ട് കൂടുതൽ നീ എഫർട്ട് കൊടുക്കേണ്ടത് എവിടെ, ഇപ്പുറത്തെ സൈഡിൽ. അതെന്തുകൊണ്ടാണ് നീ കൂടുതൽ എഫർട്ട് കൊടുക്കേണ്ടി വരുന്നതെന്ന് അറിയാമോ? നീ ഇവിടെയാണ് നമ്മുടെ ഈ ഭാഗത്ത്, അതായത് ഞാൻ വരച്ച് കാണിക്കാം, നോക്കിക്കോളൂ. ഈ ഭാഗത്ത് നീ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഇതല്ലേ ഇവിടെ ഇന്നലെ കറങ്ങുന്നത്. ഇതാണ് നമ്മൾ ഈ ഫോഴ്സ് കൊടുക്കുന്നതുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്. ഓക്കെ, അപ്പം അതൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്. എന്നാൽ ഇവിടെ ഫോഴ്സ് കൊടുത്താലോ, ഇത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഇത്രയും ഉള്ളൂ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ കൊടുത്താലോ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ തന്നെ നമ്മൾ കൊടുക്കുന്നത്, അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. നമ്മൾ പറഞ്ഞ എന്താ, ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ടോർക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസാണ്. അപ്പം ഈ ടോർക്ക് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ നമ്മൾ ഈ ഫോഴ്സ് കൂട്ടണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൂട്ടണം. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് നമുക്ക് കൂട്ടാൻ പറ്റുമോ? നമുക്കൊരിക്കലും കൂട്ടാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പരിധിയുണ്ട് ഇല്ലേ, പരിധിക്ക് അപ്പുറം നമുക്ക് ഫോഴ്സ് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് എഫർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൂട്ടാന്നുള്ളത്. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൂട്ടിയാൽ എന്ത് ചെയ്യും, ടോർക്ക് കൂടും. അത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ വളരെ കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മതി, പെട്ടെന്ന് കഥ എന്ത് ചെയ്യും, തുറന്നു വരും. അപ്പോൾ കണ്ടോ, ഇതാണ് കണ്ട് ഇത്രയും പെർപെൻഡിക്കുലർ. അതുകൊണ്ടാണ് ഡോറിൻ്റെ ഹാൻഡിലൊക്കെ എന്ത് ചെയ്യുന്നത്, ആ ഫ്രീ എൻഡിൽ തന്നിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്, അവിടെ ടോർക്ക് കൂടുതലായി. ക്ലിയർ ആണോ? ആണോടാ? ആണ്. ഇനി അടുത്ത രണ്ടാമത്തെ എക്സാമ്പിൾ, ദ അപ്പർ മൂവബിൾ സർക്കുലർ സ്റ്റോൺ ഓഫ് എ ഹാൻഡ് ഫ്ലോർ grinder is provided with a handle near the rim. ഒന്നുമില്ല, ഇതിൻ്റെ നമ്മുടെ എന്താണ്, ഈ ഗ്രൈൻഡർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്നറിയോ, നമ്മൾ ഇപ്പോഴത്തെ ഇതല്ല, പഴയ ടൈപ്പ് ഗ്രൈൻഡറിൻ്റെ കാര്യമാണ്. അതായത് അപ്പർ മൂവബിൾ സർക്കുലർ സ്റ്റോൺ, അതായത് പണ്ട് ഇങ്ങനെ ഒരു ഗ്രൈൻഡർ ഉണ്ടായിരുന്നു. ഏതാണെന്നറിയാമോ? ഇങ്ങനെ, അതായത് ഇങ്ങനൊരു ഇതാണ്, ഇവിടെ ഒരു കുഴിയാണ്, ഇവിടെ ഇങ്ങനൊരു കുഴിയാണ്. ഈ കുഴിക്കകത്ത് നമ്മൾ മറ്റേ അമ്മിക്കല്ല് പോലൊരു സാധനം ഇറക്കി വെക്കും. എന്നിട്ട് രണ്ടിവിടെ ഇങ്ങനെ ഇതാണ്, എന്നിട്ട് ഇതിലൊരു ചെയിൻ ഇട്ടിട്ട് ഇതിവിടെ കണക്റ്റഡാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇത് കറങ്ങാൻ പറ്റും, ഇതിങ്ങനെ കറങ്ങും. അപ്പോൾ ഇവിടെ നമ്മൾ അരി ഇതുമൊക്കെ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് അരഞ്ഞു വരും. ആ ഒരു കൺസെപ്റ്റിൻ്റെ കാര്യമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ രണ്ടാമത്തെ എക്സാമ്പിളിനകത്ത് അവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഇതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ അമ്മിക്കല്ലിന് ഭയങ്കര വെയിറ്റാണ്, നമുക്ക് കൈ കൊണ്ടൊന്നും കറക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. മനസ്സിലാവും, ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെയിനിൽ ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും, ആ ചെയിനെ കിടന്ന് ഇതിങ്ങനെ കറങ്ങും. അപ്പം കൂടുതൽ ലെങ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ടോർക്ക് കൂടുതൽ കൊടുക്കും. അപ്പോൾ എന്താ, നല്ലതായിട്ട് എന്ത് ചെയ്യും, ഇത് അരഞ്ഞു വരും എന്നുള്ളതാണ് അത് അവിടെ പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് നമ്മുടെ കാറിൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിൻ്റെ എക്സാമ്പിൾ എന്താ, സ്റ്റിയറിംഗ് വീല് കറക്കുന്നത് എന്ത് തന്നെയാണ്, ടോർക്ക് തന്നെയാണ്, ശരിയല്ലേ? സ്റ്റിയറിംഗ് വീല് കറക്കുന്ന നോക്കിയേ, ഇതിപ്പോൾ ഇതൊരു സ്റ്റിയറിംഗ് വീലാണ്, ഇതതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. നമ്മൾ ഇത് എന്താ, ടോപ്പ് വ്യൂ ആണ്. ഇതിങ്ങനെ കണ്ടോ, ഇതിങ്ങനെയാണ് സ്റ്റിയറിംഗ് വീൽ ഇരിക്കുന്നത് ഇല്ലേ. ഇങ്ങോട്ട് കറക്കാം, കണ്ട് ഇങ്ങോട്ട് കറക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് കറക്കാം, ഇങ്ങോട്ട് പോകും. ഓക്കെ, ഇതിൻ്റെ സൈഡ് വ്യൂ വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കും ഈ സാധനം. ഇതിൻ്റെ സൈഡ് വ്യൂ വേണമെങ്കിൽ നോക്കിയോ, ഇങ്ങനെയാണ്. ഇതിൻ്റെ താഴോട്ടാണ് ഇതിൻ്റെ ലിവർ വരുന്നത്, ഇതാണ് സെൻറ്റർ. കണ്ടോ, ഇതിങ്ങനെ ഇരിക്കും, കണ്ടോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഏതാ, ആക്സിസ് ഓഫ് റൊട്ടേഷൻ രണ്ടിതാ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആൻറ്റി ക്ലോക്ക് വൈസിലും ഒക്കെ എന്ത് ചെയ്യാം, നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം എന്താണ്, ഈ വലിയ വണ്ടിയുടെ ബസ്സിൻ്റെയൊക്കെ ഇത് കണ്ടിട്ടുണ്ടോ, ബസ്സിൻ്റെയൊക്കെ സ്റ്റിയറിംഗ് കണ്ടിട്ടുണ്ടോ? ബസ്സിൻ്റെയൊക്കെ സ്റ്റിയറിംഗ് വളരെ വലിയ സ്റ്റിയറിംഗാണ്, നമ്മുടെ കാറിൻ്റെ പോലൊന്നുമല്ല. അതെന്തുകൊണ്ടെന്നറിയോ, ബസ് എന്ന് പറയുന്ന സാധനം വളരെ വെയിറ്റ് ഉള്ളൊരു സാധനമാണ്.
അപ്പോൾ അതിൻ്റെ ടയറിനൊക്കെ ഭയങ്കര അത് ഭൂമിയിലോട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്. അതിൻ്റെ ടയറിനെ തിരിക്കാൻ നമുക്ക് ഈ ചെറിയ സ്റ്റിയറിംഗ് വെച്ച് പറ്റത്തില്ല. അപ്പം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, ടോർക്ക് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, വലിയ സ്റ്റിയറിങ് ഉപയോഗിച്ചായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തോണം. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ബൈസൈക്കിളിൻ്റെ പെഡലിനകത്തും എന്താ, നമ്മളിപ്പോൾ ഇങ്ങനെ സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് എന്താ അവിടെയും ഒരു ടോർക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്, ശരിയല്ലേ? അതായത് ഇപ്പോൾ ഇത് സൈക്കിളിൻ്റെ കണ്ട, ഇത് സൈക്കിളിൻ്റെ ഒരു പെഡലാണ്, കണ്ട ഇങ്ങനെയല്ലേ സൈക്കിളിൻ്റെ പെഡൽ ഇരിക്കുന്നത്. ഇത് ഫ്രണ്ട് ഇതെന്താ, ഇത് നമ്മൾ ഫ്രണ്ടിൽ ചവിട്ടുന്നത്, ഇത് ഫ്രണ്ടിൽ ചവിട്ടുന്നത് ചെറുതാക്കി വരയ്ക്കാം, ഇത് ചെറുതാക്കി വരയ്ക്കാം, ഇച്ചിരി വലുതാക്കി വരയ്ക്കാം. അല്ലെങ്കിൽ ചവിട്ടുന്നതിനകത്ത് ഇച്ചിരി വലുതാണ് കേട്ടോ, ചവിട്ടുന്നതിനകത്താണ് വലുത്. വലിയ പല്ല്, ഇത് ചെറിയ പല്ല്, ഇങ്ങനെയല്ലേ സൈക്കിളിൻ്റെ ചെയിൻ ഇരിക്കുന്നത്, ഇവിടെ അല്ലേ നമ്മുടെ പെഡൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കി, ഇത് സർക്കുലർ മോഷൻ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് ആണ്. കാരണം ഇത് എന്ത് ചെയ്യാണ്, ഇത് ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്താണ് പല്ല് കൃത്യമായിട്ട് അതിൽ ഹോൾഡായിട്ട് സൈക്കിൾ മുമ്പിലോട്ട് പോകുന്നത്. സൈക്കിളിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല, പകരം ഇതിങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ, അല്ലേ? അപ്പം ഇവിടെ നോക്കിയോ, നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കുറയണമെങ്കിൽ എന്ത് ചെയ്യണം, ടോർക്ക് കൂടിയാലേ പറ്റത്തുള്ളൂ. ടോർക്ക് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഡിസ്റ്റൻസ്, അതായത് ഈ പെഡലിൻ്റെ ഡിസ്റ്റൻസ് കൂട്ടിയാൽ മതി. പെഡലിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഡിസ്റ്റൻസ് കൂട്ടിയാൽ മതി. ആ ഡിസ്റ്റൻസ് കൂട്ടുമ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൂട്ടും, ടോർക്ക് കൂടും. ടോർക്ക് കൂടുമ്പോൾ നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ഫോഴ്സ് എന്ത് ചെയ്യും, കുറയും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ബൈസൈക്കിളിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണോ? അതേപോലെ നമ്മൾ ഇന്നലെ സ്പാനറിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. സ്പാനറിൻ്റെ കാര്യം എന്താ, സ്പാനറിനെ നമ്മൾ ഒരു നട്ട് ടൈറ്റൻ ചെയ്യാനോ ലൂസൺ ചെയ്യാനോ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്, ഒരു ഇൻസ്ട്രുമെൻ്റാണ് എന്ത്, സ്പാനർ എന്ന് പറയുന്നത്. അത് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റ് ആവുകയും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൂസ് ആവുകയും ചെയ്യും. ടോർക്ക് ആക്ട് ചെയ്യുന്നത് എപ്പോഴും എങ്ങോട്ടായിരിക്കും, അതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ മുകളിലോട്ടും താഴോട്ടുമായിരിക്കും. ക്ലിയർ ആണോ? അത് ജസ്റ്റ് എക്സാമ്പിൾ മാത്രമേ ഉള്ളൂ കേട്ടോ, അത് അതിനകത്ത് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല, നിങ്ങളത് വായിച്ച് നോക്കുക എന്നുള്ളേ ഉള്ളൂ. അടുത്തത് നിങ്ങൾ നോട്ട് എഴുതണം, കപ്പിൾ, ഹെഡിങ് എഴുതിക്കോ, കപ്പിൾ. കപ്പിൾ എന്ന് പറയുമ്പോൾ ടോർക്ക് തന്നെയാണ്, പക്ഷേ രണ്ട് സൈഡിലും ഫോഴ്സ് ആക്കി. ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു കുപ്പിയുടെ അടപ്പ് തുറക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് മക്കളെ തുറക്കുന്നത്? ഇത് കുപ്പിയുടെ അടപ്പ നിങ്ങൾ എങ്ങനെയാണ് തുറക്കുന്നത്? നിങ്ങളുടെ തള്ള വിരൽ നിങ്ങൾ വേണ്ടി ഇവിടെ ഇങ്ങനെ വെക്കും, ശരിയല്ലേ? എന്നിട്ട് മറ്റേ വിരൽ എന്ത് ചെയ്യും, മറ്റേ വിരൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇവിടെയും പിടിച്ചിട്ട് തള്ള വിരൽ ഫ്രണ്ടിലോട്ടും മറ്റേ വിരൽ ബാക്കിലോട്ടുമാണ് കറക്കുന്നത്, ശരിയല്ലേ? ആണോ? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, തള്ള വിരൽ ബാക്കിലോട്ടും, അല്ലെങ്കിൽ അടയ്ക്കാനാണെങ്കിൽ തള്ള വിരൽ മുകളിലോട്ടും മറ്റേ വിരൽ ബാക്കിലോട്ടും കറക്കും. തുറക്കാനാണെങ്കിൽ എന്ത് ചെയ്യും, തള്ള വിരൽ ബാക്കിലോട്ടും മറ്റേ വിരൽ മുമ്പിലോട്ടുമാണ്, ഇല്ലേ? അപ്പം ടോർക്ക് ആക്ട് ചെയ്യുന്ന സ്പാനർ പിടിച്ചപ്പോൾ എങ്ങനെയായിരുന്നു, നിങ്ങൾ ഒരു സൈഡിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇവിടെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങൾ ഫോഴ്സ് കൊടുത്തുള്ളൂ. പക്ഷേ കുപ്പി തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴോ നിങ്ങൾ ആ കുപ്പിയുടെ അപ്പുറത്തും ഇപ്പുറത്തും എന്ത് ചെയ്യുക, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കപ്പിൾ എന്ന് പറയുന്നത്. വേറെ കാര്യമൊന്നുമില്ല, നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കോണം. നിങ്ങൾ കുപ്പിയുടെ അടപ്പ് തുറക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് തുറക്കുന്നത്, കുപ്പിയുടെ അടപ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങളുടെ തള്ളവിരലും നിങ്ങളുടെ ചൂണ്ടുവിരലും എന്ത് ചെയ്യുന്നുണ്ട്, അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ അത് തുറക്കാനും അടയ്ക്കാനും വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ഒരു മൊമെൻ്റ് ഓഫ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം രണ്ട് സൈഡിലും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആഡ് ചെയ്യുന്നിട്ട് അത് റൊട്ടേഷണൽ മോഷൻ ആവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കപ്പിൾ. പൈപ്പ് തുറക്കുന്നു, എങ്ങനെയാണ് തുറക്കുന്നത്? ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ ഇത് ഇങ്ങനൊരു ഇതൊരു പൈപ്പാണ്, അല്ലെ ടാപ്പ്, പൈപ്പ് എന്നല്ല ടാപ്പ് എന്ന് പറയാം. ഈ ടാപ്പ് എങ്ങനെയാണ് തുറക്കുന്നത്? ഇതിനെ നിങ്ങൾ പുറകിലോട്ടും ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യും, ഫ്രണ്ടിലോട്ടും തുറക്കും, അങ്ങനെയല്ലേ ചെയ്യുന്നത്, അല്ലേ? ടോർക്ക് ആണെങ്കിൽ എന്താണെന്നറിയോ, ടോർക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഒറ്റ ഡയറക്ഷനിൽ മാത്രം വലിച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ പൈപ്പ് ചിലപ്പോൾ പൊട്ടിപ്പോകും. അപ്പോൾ നമ്മൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, അത് ഇത് കൊടുക്കുന്നത്. താക്കോലിട്ട് പൂട്ട് തുറക്കുന്നത് എങ്ങനെയാണ്, നിങ്ങൾ രണ്ട് വിരൽ യൂസ് ചെയ്തിട്ടാണ് ഇതാക്കുന്നത്, അല്ലയോ? അപ്പോൾ ശരിക്കും അവിടെ എന്താണ്, കപ്പിളാണ് ഫോം ചെയ്യുന്നത്. സ്റ്റിയറിംഗ് നിങ്ങൾ എങ്ങനെയാണ് തിരിക്കുന്നത്,
ഇങ്ങനെ അതിരിക്കുന്നത് അല്ലേ, രണ്ടുപേരും അതും കപ്പിൾ തന്നെ, മനസ്സിലായോ? കുപ്പിയുടെ അടപ്പ് തുറക്കുന്നത്, അതേപോലെ ടാപ്പ് തുറക്കുന്നത്, എന്താണ് താക്കോലിട്ട് പൂട്ട് തുറക്കുന്നത്, സ്റ്റിയറിങ്, ഇതെല്ലാം എന്താ രണ്ട് സൈഡിലും ആക്ട് ചെയ്യുന്നുണ്ട്, അതായത് ടേണിങ് എഫക്റ്റിന് വേണ്ടിയുള്ള കൺസെപ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ആ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കപ്പിൾ എന്ന് പറയുന്നത്. അപ്പം അത് ഹെഡിങ് ആയിട്ട് കപ്പിൾ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ബാക്കി എഴുതിക്കോ. അതായത് എ സിംഗിൾ ഫോഴ്സ് എഴുതിക്കോ, സിംഗിൾ ഫോഴ്സ് a single force alone does not cause rotation of a pivoted body. Rotation is always produced by a pair of forces. ഒരു ലൈൻ വിട്ടിട്ട് എഴുതാം. the pair of force formed by the external force and the force of reaction is called a couple. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു ലൈൻ വിട്ടിട്ട് വീണ്ടും എഴുതുക. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സ് not acting along the same line form a couple. A couple is always needed. Always needed to produce rotation. ഞാൻ കുറേ എക്സാമ്പിൾ പറഞ്ഞു ഈ കപ്പിളിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട്. കപ്പിളിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട് കപ്പിൾ എന്ന് പറഞ്ഞാൽ അത് ഒന്നുമില്ല, രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ കുപ്പിയുടെ അടപ്പ് തുറക്കുന്ന സമയത്തെ ഇതാണ് നിങ്ങളുടെ കുപ്പിയുടെ അടപ്പെന്ന് വിചാരിക്കുക. ഇതാണ് നിങ്ങളുടെ കുപ്പി, ഇത് കുപ്പിയുടെ
ഓക്കെ, നോക്കിയാൽ ഇതാണ് നിങ്ങളുടെ കുപ്പി. ഈ കുപ്പിയുടെ അടപ്പാണിത്. ഈ കുപ്പിയുടെ അടപ്പ് തുറക്കാൻ വേണ്ടി നിങ്ങൾ വേണ്ട ഇങ്ങനെയും ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഇവിടെ ഒന്ന് വേണ്ട ഇങ്ങനെയും ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആണോ? ആണ്. അപ്പോൾ നോക്കി, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സാണ്, പാരലാണ്. കണ്ടോ, ഇത് തമ്മിൽ പാരലാണ്, പാരലൽ ഫോഴ്സുമാണ്. ആണോ? പാരലൽ ഫോഴ്സുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കപ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പക്ഷെ ഡോറ് തുറക്കുന്നത് ഒരു കപ്പിളാണോ? ആണോ? ആണ്. അത് കപ്പിളാണ്. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെ അവിടെ ഒരു കപ്പിൾ ഉണ്ടാകുന്നുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? നമ്മളൊരു ഹാൻഡിൽ, നമ്മളിപ്പം ഡോറ് തുറക്കുമ്പോൾ നമ്മൾ ഹാൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡോറ് തുറക്കുന്ന സമയത്ത് നമ്മൾ ഹാൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹാൻഡിലൊരു ഫോഴ്സ് തന്നെ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഹിഞ്ചിൽ എന്ത് ചെയ്യുന്നറിയോ? ഹിഞ്ചിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ശരിക്കും പറഞ്ഞാൽ എന്തുണ്ടാകുന്നുണ്ട്? ഉണ്ടാകുന്നുണ്ട്, റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. അവിടെയും കപ്പിളാണ്. പക്ഷെ നമ്മൾ എന്തേ എടുക്കുന്നുള്ളൂ? നമ്മൾ തന്നെ ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. അതിനെയാണ് ഒരു ടോർക്ക് മൊമെൻ്റ് ഓഫ് ഫോഴ്സ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ? ശരിക്കും അവിടെ എന്തുണ്ടാകുന്നുണ്ട്? അവിടെയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഹിഞ്ചിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്ത് വെച്ചോണം. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായോ? സനയ്ക്ക് മനസ്സിലായോ ഈ കപ്പിളിനെ പറ്റി? അടപ്പ് തുറക്കുന്നതിനെ പറ്റി ഓർക്കുക, അല്ലെങ്കിൽ പൈപ്പ് തുറക്കുന്നതിനെ പറ്റി ഓർക്കുക, അല്ലെങ്കിൽ സ്റ്റിയറിങ് രണ്ട് കൈ കൊണ്ട് തിരിക്കുന്നതിനെ പറ്റി ഓർക്കുക, അല്ലെങ്കിൽ താക്കോലിട്ട് താഴ് തുറക്കുന്നതിനെ പറ്റി ആലോചിക്കുക. ഇതെല്ലാം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ്റെ രണ്ട് സൈഡിൽ. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടാകുന്നതിന് കപ്പിൾ എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മൾ മൊമെൻ്റ് ഓഫ് ഫോഴ്സിനെ പറ്റി പറഞ്ഞായിരുന്നു. അതൊരു ഒറ്റ കൺസെപ്റ്റ് വെച്ചിട്ടുള്ളതിനെയാണ് മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കപ്പിൾ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ അതിനെ മൊമെൻ്റ് ഓഫ് കപ്പിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു എക്സാമ്പിൾ പറയാം, നോക്കിക്കോളൂ. മൊമെൻ്റ് ഓഫ് കപ്പിൾ ഹെഡിങ് എഴുതാം, മൊമെൻ്റ് ഓഫ് കപ്പിൾ. മൊമെൻ്റ് ഓഫ് കപ്പിളിന് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാനൊരു പടം വരയ്ക്കും. ഓക്കെ ആണല്ലോ? ഈ പടത്തിൻ്റെ ഇതൊരു ബാറാന്ന് കരുതുക. ബാർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വുഡൻ ബാറോ അല്ലെങ്കിൽ ഒരു അയൺ ബാറോ എന്തെങ്കിലും ആണെന്ന് കരുതുക. അതിൽ രണ്ട് ഈ ഒ എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ അതിനെ എന്ത് ചെയ്തിരിക്കുക? പിവട്ട് ചെയ്തിരിക്കുക. പിവട്ട് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് ഏത് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതേണ്ട, ഇങ്ങനെയും ഇങ്ങനെയും എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഇവനെ എന്ത് ചെയ്തിരിക്കുന്നത്? അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ തന്നെ ഇവനെ ഇങ്ങനെ പിവട്ട് ചെയ്തിരിക്കുക, തന്നെ ഇങ്ങനെ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവനിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. കണ്ടോ, ഇവന് മുകളിലോട്ടും ഇവന് താഴോട്ടും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ. കണ്ടോ, ഇങ്ങനെ. ഓൺലൈൻ ഇരിക്കുന്നവർ കണ്ടോ? ഇതേണ്ട, ഇവിടെ ഇങ്ങനെ പിവോട്ട് ചെയ്തിരിക്കുന്നു. ഞാൻ ഇതിനെ തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. കണ്ടോ, ഈ ഡയറക്ഷനിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. ഇങ്ങനെ കണ്ടോ, ഇത് പിവോട്ട് ചെയ്തിരിക്കുന്നു. ദെൻ ഈ ഭാഗം പിവോട്ട് ചെയ്തിരിക്കുന്നു. ഇത് മുകളിലോട്ട് പോകുന്നു, ഇത് താഴോട്ട് വരുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ കപ്പിൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, മൊമെൻ്റ് ഓഫ് കപ്പിൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം നോക്കിക്കോളൂ. അപ്പം ഞാൻ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഞാനിവിടെ രണ്ട് പേരിടാൻ പോവാണ്. ഇത് എ ബി എന്ന് പറയുന്ന ഒരു ബാറാന്ന് കരുതുക. എ ബി എന്ന് പറയുന്ന ഒരു ബാറാന്ന് കരുതുക. അറിയോ? എ ബി എന്ന് പറയുന്ന ബാർ, എ ബി എന്ന് പറയുന്ന ബാർ പടം വരയ്ക്കണം. ഓയിൽ പിവോട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് വേണ്ട ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേഷൻ മോഷൻ ഉണ്ടാവും. ഇവിടെ ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുത്താലും റൊട്ടേഷൻ മോഷൻ ഉണ്ടാവും. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ എ ബി തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ഞാൻ ഡി എന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒരു സൈഡിൽ നോക്കാം. അതായത് മൊമെൻ്റ് ഓഫ് ഫോഴ്സ് അറ്റ് എൻഡ് എ കൊടുത്താലോ? എൻഡ് എ. അപ്പോൾ എന്ത് വരും? നമുക്കറിയാം മൊമെൻ്റ് ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസാണ്. അപ്പം ഇതാണ് ഫോഴ്സ്, അതുമായിട്ടുള്ള ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണ്ടി ഇതാണ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? എഫ് ഇൻറ്റു എ എന്ന് കൊടുക്കാം. ആണോ? ആണ്. അതേപോലെ തന്നെ മൊമെൻ്റ് ഓഫ്
ഞാൻ ആ സൈഡിലാണ് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അറ്റ് എൻഡ് ബി കൊടുത്തു കഴിഞ്ഞാൽ എന്താ, അവിടെയും ഫോഴ്സ് എഫ് ഇൻറ്റു ബി ഒ എന്ന് കൊടുക്കാം, ആണല്ലോ. അങ്ങനെയാണ് ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഫോഴ്സ്. ഇത് കറക്കുന്ന സമയത്ത് ഒരു സൈഡ് കറക്കുമ്പോൾ മറ്റേ സൈഡ് എന്ത് ചെയ്യും, താഴോട്ട് വരുമല്ലോ. അപ്പോൾ രണ്ട് സൈഡിലും കറങ്ങും. അപ്പോൾ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഫോഴ്സ്, അതായത് ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഫോഴ്സ്, ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, then ഇങ്ങനെ എഴുതാം, രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. എഫ് ഇൻറ്റു എ ഒ പ്ലസ് എഫ് ഇൻറ്റു ബി ഒ അല്ലേ. അപ്പം ഇവിടെ നമുക്ക് എഫ് കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും, എ ഒ പ്ലസ് എന്തെന്ന് വരും, ബി ഒ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എഫ് ഇൻറ്റു എ ഒ പ്ലസ് ബി ഒ എന്ന് പറഞ്ഞാൽ എന്താ നോക്കി, എ ഒയും ബി ഒയും കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡി അല്ലേ കിട്ടുക. അങ്ങനെയാണ് നമുക്ക് എന്ത് എഴുതാം, എഫ് ഇൻറ്റു ഡി എന്ന് എഴുതാം, ആണല്ലോ. അപ്പം നോക്കിയോ, അപ്പോൾ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് അഥവാ മൊമെൻ്റ് ഓഫ് കപ്പിൾ എന്ന് എഴുതാം. ഞാൻ കപ്പിൾ എന്ന് എഴുതാമേ. മൊമെൻ്റ് ഓഫ് കപ്പിൾ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എന്തെന്ന് എഴുതാം, ഡി. അത് ഡയറക്ഷനും പറഞ്ഞേക്കണം, അത് എങ്ങോട്ടാണെന്നും കൂടെ പറഞ്ഞേക്കണം. ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഞാൻ എങ്ങനെയാണ് കറക്കിയത്, ശ്രദ്ധിച്ച് എങ്ങനെ കറക്കിയത് കണ്ടോ, ഇതിങ്ങോട്ടും നിങ്ങളുടെ ക്ലോക്ക് ഇങ്ങനെ കറങ്ങുവാണെങ്കിൽ അതെന്താ, ക്ലോക്കിൻ്റെ നേരെ തിരിച്ച് കറങ്ങുന്നതിന് അർത്ഥം. അപ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇങ്ങനെയല്ലേ കറങ്ങുന്നേ, നോക്കി ഇതിങ്ങനെ കറങ്ങുന്നേ, ഇതിങ്ങനെ കറങ്ങുന്നത്, അപ്പോൾ എന്തായി, ആൻറ്റി ക്ലോക്ക് വൈസ് ആയി. അത് പ്രത്യേകം എടുത്ത് എഴുതണം, ഡയറക്ഷൻ കൃത്യമായിട്ട് എഴുതണം. കപ്പിൾ ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് എഴുതണം. ഓക്കെ ആണല്ലോ. അപ്പം മൊമെൻ്റ് ഓഫ് കപ്പിൾ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എന്താണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഫോഴ്സ് ആക്ടിങ്. അല്ലെങ്കിൽ ഇതിനെ കപ്പിൾ ആമെന്നൊക്കെ പറയും കേട്ടോ. ഇതിനെ കപ്പിൾ ആമെന്ന് പറയും. ഈ ഡിസ്റ്റൻസിനെ കപ്പിൾ ആമെന്നൊക്കെ പറയും. COUPL, കപ്പിൾ ആം. ക്ലിയർ ആണോ കുഞ്ഞുങ്ങളെ, ഒന്ന് പറഞ്ഞേ, ക്ലിയർ ആണോ? മിഷേൽ ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഈ പറഞ്ഞത്? അതെ സർ. ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ ദിവ്യ, സന ക്ലിയർ ആണ് സർ. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ ന്യൂമറിക്കലൊക്കെ ചെയ്യാൻ ആവശ്യം വരുവേ. അപ്പം ഓർത്തോണം, ന്യൂമറിക്കൽ ചെയ്യുന്ന സമയത്ത് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. കപ്പിൾ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു സൈഡിലോട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതായത് സ്പാനർ കറക്കുന്ന പോലെ, അത് മൊമെൻ്റ് ഓഫ് ഫോഴ്സ് ആണ്. എന്നാൽ കുപ്പിയുടെ അടപ്പ് തുറക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബാർ വെച്ചിട്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ കറക്കുന്നത്, രണ്ട് സൈഡിലും എഫക്റ്റ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൊമെൻ്റ് ഓഫ് കപ്പിൾ എന്ന് പറയുക. അത് ശ്രദ്ധിച്ചോണം, ഓരോ ക്വസ്റ്റ്യൻ വരുന്നതിനനുസരിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കോണം. ഓക്കെ ആണല്ലോ. മൊമെൻ്റ് ഓഫ് ഫോഴ്സും മൊമെൻ്റ് ഓഫ് കപ്പിളും മനസ്സിലായി. മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്താൽ മതി, മറ്റേ സ്പാൻഡർ കറക്കുന്ന കാര്യം ഓർത്താൽ മതി. സ്പാൻഡർ കറക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇത് നട്ട് ബോൾട്ട് ആണെങ്കിൽ ഞാൻ ഇവിടെയാണ് കറക്കുന്നത്, കണ്ടോ, ഇങ്ങനെയാണ് കറക്കുന്നത്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ. ഇതാണ് പിവോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ മറ്റേ ഒരു സെൻട്രൽ പോയിന്റ് വല്ലതും ആയിരിക്കും നമ്മൾ പിവോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസും ഈ ഫോഴ്സും എടുക്കണം, ഈ ഡിസ്റ്റൻസും ഈ ഫോഴ്സും എടുക്കണം. അപ്പോൾ കപ്പിൾ മീൻസ് എന്താ, രണ്ട് സൈഡിലുള്ള ആൾക്കാർ, കപ്പിൾ അല്ലേ. എഴുതിയെടുത്തോ? ടോട്ടൽ എഴുതിക്കോ. ടോട്ടൽ മൊമെൻ്റ് ഓഫ് കപ്പിൾ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി. ഓക്കെ. ഫൈനൽ ഇക്വേഷൻ വേണമെങ്കിൽ നിങ്ങൾ എഴുതിക്കോണം. എന്താ, മൊമെൻ്റ് ഓഫ് കപ്പിൾ ഈസ് ഈക്വൽ ടു, ഫൈനൽ എഴുതിക്കോ ഓൺലൈൻ ഇരിക്കുന്നവർ, മൊമെൻ്റ് ഓഫ് കപ്പിൾ ഈസ് ഈക്വൽ ടു ഐദർ ഫോഴ്സ് ഇൻറ്റു perpendicular distance between the two forces. Either force into perpendicular distance between the two forces. Perpendicular distance between the two forces. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കപ്പിൾ ആം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അത് മുകളിൽ എഴുതിയിട്ടുണ്ടല്ലോ, കപ്പിൾ ആം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഴുതിയേക്കണം.
ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതിക്കോ, ഇക്വിലിബ്രിയം ഓഫ് ബോഡീസ്. അടുത്ത ഹെഡിങ് എഴുതിക്കോ, ഇക്വിലിബ്രിയം ഓഫ് ബോഡീസ്. ഓക്കെ, അപ്പം ഇക്വിലിബ്രിയം ഓഫ് ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. ഇപ്പം ഒരു ഉദാഹരണം പറയാണ്. നമ്മുടെ ശരീരത്തെ ആക്ട് ചെയ്ത്, ഇപ്പം എൻ്റെ ശരീരത്തിൽ അല്ലേ പോട്ടെ, ഈ ഫോണിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സ് അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് എല്ലാം എന്താണ്, 0 ആകുവാണെങ്കിൽ ഈ ബോഡി എന്തിലാണെന്ന് നമുക്ക് പറയാം, ഒരു ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അതായത് മോഷനിലുള്ളപ്പോഴും ഇക്വിലിബ്രിയത്തിൽ, റെസ്റ്റിലിരിക്കുമ്പോൾ മാത്രമല്ല ഇക്വിലിബ്രിയത്തിൽ എത്താൻ സാധിക്കുന്നത്, മോഷനിലിരിക്കുമ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇക്വിലിബ്രിയത്തിൽ എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇക്വിലിബ്രിയത്തിനെ 2 ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത ഇതിനകത്ത് നമുക്ക് പറയാം. അപ്പോൾ ഇപ്പോൾ ഇക്വിലിബ്രിയം എന്താണെന്ന് വെച്ചാൽ അത് എഴുതിക്കോ. when a number of force acting on a body produces no change in its state of rest or of linear or rotational motion. The body is said to be in a state of equilibrium. ഞാൻ EQBM എന്ന് ഇട്ടിട്ടുള്ളത്, അത് ഓർക്കണം. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താ പറയുക, when a number of force acting on a body produces no change in state of rest or linear or rotational motion, the body is said to be in state of equilibrium. ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരു കാറ്, അല്ല ഞാനും ആരനും ഒരു കാറ് റോഡിൽ കിടക്കുകയാണ്. അത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് തള്ളുവാണ്. നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ, ഇല്ലേ? അതേ സമയം തന്നെ സനയും മിഷേലും അതേപോലെ ദിവ്യയും ആ സെയിം കാറ് തന്നെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് തള്ളുകയാണ്. ഓക്കെ, അപ്പം ആ ബോഡി ആദ്യം എന്തിലായിരുന്നു കിടന്നത്? ആദ്യം ഏത് സ്റ്റേറ്റിലായിരുന്നു കിടന്നത്? റെസ്റ്റിലായിരുന്നു. നമ്മൾ 2 സൈഡിൽ നിന്ന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുത്തു. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന അതിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആ ബോഡി എന്തിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്? റെസ്റ്റിൽ തന്നെ. അപ്പം നമ്മൾ അതിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, നമ്മൾ അതേ ഫോഴ്സ് കൊടുത്തിട്ടും അത് എന്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്? ഇപ്പോഴും റെസ്റ്റിൽ തന്നെയാണ്. അപ്പോൾ അതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനിയും ഒരു കാറ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കാറിൽ ഞാനൊരു ഫോഴ്സ് കൊടുക്കുന്നു. അപ്പം ആ കാർ ഓടുമ്പോഴും ഞാനൊരു ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ കൊടുക്കുന്നത് ഞാനിങ്ങനെ കൊടുത്തുകൊണ്ട് കണ്ടിന്യൂ ആയിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പോട്ടെ, ഞാൻ ആക്സിലറേറ്റർ കൊടുക്കുന്നു. ഞാനൊരു 20 ആക്സിലറേറ്റർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കാറിൻ്റെ സ്പീഡ് കൂട്ടുക എന്നർത്ഥം, ഇല്ലേ? ശരിയല്ലേ? അപ്പം ഞാനൊരു 50 സ്പീഡിലാണ് ഞാനീ കൊടുക്കുക. അപ്പം എന്താ, ഞാനൊരു ഫോഴ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാർ ഏതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും? സെയിം ഫോഴ്സ് തന്നെയാണ് കൊടുക്കുന്നത്. എടാ, ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി, NH പോയി 50 കിലോമീറ്റർ സ്പീഡിൽ, എത്ര സ്പീഡിൽ പോകാൻ വേണ്ടി എത്ര ആക്സിലേറ്റർ ചവിട്ടണോ അത്ര ആക്സിലേറ്റർ ഞാൻ ചവിട്ടി. ഞാൻ ആക്സിലേറ്റർ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ 50 സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ബോഡി ഞാൻ 50 ഇത് ചവിട്ടാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരേ സ്പീഡിൽ ഒരേപോലെ എന്ത് ചെയ്യുക, ബോഡി മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഞാനപ്പം അതേ ലാക്റ്റിൻ്റെ ടോട്ടൽ ഫോഴ്സ് ഇപ്പോൾ എന്താ?
അതിൽ എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്ന ടോട്ടൽ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരേപോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടെന്താ അത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കും. എവിടം വരെ? ഞാൻ ആക്സിലറേറ്റർ ഒന്ന് ചേഞ്ച് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വ്യത്യാസം വരും. അപ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ ഇക്വിലിബ്രിയം നഷ്ടപ്പെട്ടിട്ട് അത് ചിലപ്പോൾ നിൽക്കുമോ, അല്ലെങ്കിൽ സ്പീഡ് കൂടുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. മനസ്സിലായോ? ഞാൻ ഒരേ സ്പീഡിൽ പോകുന്ന സമയത്ത് അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ്, പുതിയ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നെറ്റ് ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുന്ന എല്ലാം സീറോയാണ്. എന്നാൽ അതേ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എന്നല്ല അർത്ഥം. അതിൽ ആക്ട് ചെയ്യുന്ന മൊത്തത്തിലുള്ള ഫോഴ്സ്, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനും ആരോണും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് തള്ളുന്നു. അതേപോലെ തന്നെ നിങ്ങൾ 3 പേരും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് തള്ളുന്നു. അത് റെസ്റ്റിലാണ് കിടക്കുന്നത്. ആദ്യം നമ്മൾ തള്ളുമ്പോൾ ഇപ്പോഴും എന്ത് തന്നെയാണ്? റെസ്റ്റിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് സീറോ ആയതുകൊണ്ടാണ് നേരത്തെയും റെസ്റ്റിൽ കിടക്കുന്നത്. ഇപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്തിട്ട് അതേ റെസ്റ്റിൽ കിടക്കുന്നത്. അപ്പം നമ്മൾ 50 കിലോമീറ്റർ സ്പീഡ് ആവാൻ വേണ്ടി എത്ര ഫോഴ്സ് കൊടുത്തോ അത്രയും ഫോഴ്സ് തന്നെയാണ്, അത്രയും ഫോഴ്സ് ഇങ്ങനെ നിൽക്കുകയാണ്. ബാക്കി നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന എല്ലാം എന്താ? സീറോ ആണ്. എന്താണ്? വണ്ടി 50 കിലോമീറ്റർ ഒരേ ഫോഴ്സ് ഒരേ സ്പീഡിലായിരിക്കും എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ഒരേപോലെ, അതിനകത്ത് ഒരു വ്യത്യാസവും കാണത്തില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ NH കൂടെ പോകുമ്പോഴേ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്കിപ്പം ഇവിടെ നിന്ന് തിരുവല്ല വരെ പോവുകയാണെങ്കിൽ അങ്ങനെ പോകാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? കുറച്ച് ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും മുളമൂട്ടിൽ സ്കൂളിലെ വണ്ടി ഒന്ന് കുറുക്ക് വെക്കും. കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മർത്തോമ റെസിഡൻഷ്യൽ സ്കൂളിലെ വണ്ടി വന്ന് കുറുക്ക് വെക്കും. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും അമ്മച്ചി കുറുക്കിയാടും. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ബ്രേക്ക് പിടിച്ച് ഗിയർ ഡൗൺ ചെയ്ത് ആക്സിലേറ്റർ കുറച്ച്, പിന്നെ ആക്സിലേറ്റർ കൂട്ടി, പിന്നെയും കുറച്ച്, പിന്നെയും കൂട്ടി, ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇക്വിലിബ്രിയം എന്ന് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ സ്റ്റേറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. മോഷനിലാണെങ്കിൽ മോഷനിൽ തന്നെ, റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ. മനസ്സിലായോ? അപ്പം ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? ഓൺലൈൻ ഇരിക്കുന്നവർക്ക് മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. അത് ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ മറ്റേ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, ഡൈനാമിക് ഇക്വിലിബ്രിയത്തെ പറ്റി തന്നെയാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇപ്പം ഞാനും ആരോണും ഒരു കാറിനെ ഫ്രണ്ടിലോട്ട് തള്ളി, നിങ്ങൾ ആ കാറിനെ ബാക്കിലോട്ട് തള്ളി, നമുക്ക് രണ്ടുപേർക്കും ഒരേ പവറാണ് എങ്കിൽ ആദ്യം അത് റെസ്റ്റ് കിടക്കുന്നു, ഇപ്പോഴും അത് എന്തിൽ തന്നെ കിടക്കും? റെസ്റ്റിൽ തന്നെ കിടക്കും. അപ്പോൾ അത് ഒരു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. സ്റ്റാറ്റിക് മീൻസ് അറ്റ് റെസ്റ്റ് എന്നാണ്. ഓക്കെ ആണല്ലോ? ഇനി ഡൈനാമിക്കിലേക്ക് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? വെൻ എ ബോഡി റിമെയിൻസ് ഇൻ സെയിം സ്റ്റേറ്റ് ഓഫ് മോഷൻ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് സെവറൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി. അതായത് നമ്മൾ ഇപ്പം ഒരു ക്ലിയർ ആയിട്ടൊരു കാര്യം പറയാം. ഈ ഡൈനാമിക് ഇക്വിലിബ്രിയം പറഞ്ഞപ്പം ഞാൻ മറ്റേ സ്പീഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സാധനമാണ് സ്പീഡിൻ്റെ കാര്യം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലായിരുന്നു? ഇല്ല. മനസ്സിലായി. ഞാൻ ക്ലിയർ ആയിട്ട് വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഒരു എയ്റോപ്ലെയിനിൽ പോവാം. എയ്റോപ്ലെയിനിൽ പോകുമ്പോൾ എയ്റോപ്ലെയിനിൽ ഏതൊക്കെ ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആരോൺ പറ, എയ്റോപ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാ? നല്ല കൂട്ടനെ. അടുത്തത് മിഷേൽ പറഞ്ഞേ. പെട്ടെന്ന് പറയണേ. മിഷേൽ പറഞ്ഞോ. മിഷേലിന് കേൾക്കാമോ? മിഷേൽ ഞാൻ പറയുന്നത് കേൾക്കാമോ? മിഷേൽ പോയോ? ദിവ്യ കേൾക്കാമോ? ദിവ്യ കേൾക്കാം. ഓക്കെ. സന കേൾക്കാമോ? യെസ് സർ, കേൾക്കാം. ഓക്കെ. മിഷേൽ ഒന്ന് പറഞ്ഞേ, കേൾക്കാമോ ഇല്ലയോ? സർ കേൾക്കാം. ഓക്കെ ഫൈൻ. അതായത് ഒരു എയ്റോപ്ലെയിൻ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ 5 പേര് അതിനകത്ത് ഇരിക്കുക. ഞാനും ആരോണും പിന്നെ ആരാ? ദിവ്യയും സനയും പിന്നെ അതേപോലെ തന്നെ മിഷേലും അതിലിരിക്കുക. അപ്പോൾ നമ്മൾ പോകുന്ന എയ്റോപ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയായിരിക്കും? എയ്റോപ്ലെയിൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എയ്റോപ്ലെയിൻ എങ്ങോട്ടാണ് വരുന്നത്? ആകാശത്തോട്ട് പോകും. താഴോട്ട് വരും. താഴോട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? ഏതൊരു സാധനം താഴോട്ട് വരുന്നത് എന്തുകൊണ്ടാണ്?
ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ട്. അപ്പോൾ എന്തായാലും എയറോപ്ലെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിൽ എന്തുണ്ട്? എയറോപ്ലെയിൻ ഒന്ന് ബ്രേക്ക് പിടിക്കാൻ പറഞ്ഞാൽ മതി, അപ്പോൾ എന്ത് ചെയ്യും? ഒറ്റ താഴോട്ട് ഇങ്ങോട്ട് വന്നോളൂ, പേടിക്കണ്ട. മനസ്സിലായോ? അപ്പം മനസ്സിലായി എന്തുകൊണ്ടാണ് എയറോപ്ലെയിനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് താഴോട്ട്. എന്നാൽ ഈ താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി വേറെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയോ? അത് എയറോപ്ലെയിൻ്റെ എയറോഡൈനാമിക്സ് ചെയ്യുന്നതാണ് മുകളിലോട്ടൊരു ഫോഴ്സ്, ഇതിന് ഓപ്പോസിറ്റ്. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഇതിങ്ങോട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സാണ് നെറ്റ് ഫോഴ്സ്. അപ്പോൾ എന്താ എടാ, ഇത്രയും താഴോട്ട് എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അത്രയും ഫോഴ്സ് തന്നെ മുകളിലോട്ട് കൊടുക്കുന്നതുകൊണ്ടല്ലേ എയറോപ്ലെയിൻ ഇങ്ങനെ നിൽക്കുന്നേ. അങ്ങനെ നിൽക്കുകയാണോ ചെയ്യുന്നത്? അല്ല. എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക? മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ബോഡി മോഷനിലുമാണ്, എന്നാൽ ഇതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്താ? സീറോയുമാണ്. ഇങ്ങനെയുള്ള കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഡൈനാമിക് മീൻസ് മോഷൻ. മോഷനിൽ ഇക്വിലിബ്രിയം, റെസ്റ്റിൽ ഇക്വിലിബ്രിയം ഉള്ളത് നിങ്ങൾക്ക് പക്കയായിട്ട് മനസ്സിലായി. കാരണം എന്താ? ഒരു ബോഡി റെസ്റ്റിൽ കിടക്കുന്നു, ഞാൻ ഫ്രണ്ടിൽ നിന്ന് കൊടുക്കുന്ന ഫോഴ്സും ബാക്കിൽ നിന്ന് കൊടുക്കുന്ന ഫോഴ്സും സീറോ ആണ്. ഫോഴ്സ് ഫ്രണ്ടിൽ നിന്ന് കൊടുക്കുന്ന ഫോഴ്സും ബാക്കിൽ നിന്ന് കൊടുക്കുന്ന ഫോഴ്സും ഈക്വലാണ്. നെറ്റ് ഫോഴ്സ് എന്താ? എടാ, ഒരു കാറിന് ഞാൻ ബാക്കിൽ നിന്ന് തള്ളുന്നു, നീ ഫ്രണ്ടിൽ നിന്ന് തള്ളുന്നു, രണ്ടുപേർക്ക് ഈക്വൽ പവർ. കാർ ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് പോകും ഇല്ല. പക്ഷെ നമ്മൾ അതിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നില്ലേ? അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ടല്ലേ കാർ അവിടെ തന്നെ നിൽക്കുന്നത്? ആണല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ഫോഴ്സ് കൊടുക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അവിടുത്തെ നമ്മൾ കൊടുക്കുന്ന നെറ്റ് ഫോഴ്സ് എന്താ? സീറോ. അതുകൊണ്ട് അതെന്താ? അത് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നു. ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലേക്ക് വരുന്ന സമയത്ത് ബോഡി മോഷനിലായിരിക്കണം. എയർക്രാഫ്റ്റ് ഡൈനാമിക് ഒരേ സ്പീഡിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആണോ? അതോ ഇങ്ങനെ എയർക്രാഫ്റ്റ് അടിച്ചു വിട്ട് പോയാലൊരു പ്രശ്നം എന്താണെന്നറിയോ? ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഡിഫറൻറ്റ് സ്പീഡിൽ അത് സഞ്ചരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ബെൽറ്റ് ഇട്ടിരിക്കുന്നത്. ഒറ്റ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ പുറകിലോട്ട് പോകും അല്ലേ? മറ്റേ നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തായിരിക്കും അത് പോകുന്നത്. മനസ്സിലായോ? പക്ഷേ ആ കോൺസ്റ്റൻറ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന സമയത്തും അതേ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ഗ്രാവിറ്റി ആക്ടിങ് ഡൗൺവേർഡ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ടിങ് ഡൗൺവേർഡ്സ്, ആൻഡ് ലെവിറ്റി, ഗ്രാവിറ്റിയുടെ ഓപ്പോസിറ്റ് ആണ്. അത് ഇതാക്കേണ്ട. എയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇത് താഴോട്ട് വരാതിരിക്കാൻ വേണ്ടി എയറോപ്ലെയിനകത്തൊരു മെക്കാനിസമാണ് എയറോഡൈനാമിക്സ് എന്ന് പറയും. അപ്പോൾ മുകളിലോട്ടാക്കി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സാണ്. നെറ്റ് ഫോഴ്സ് എന്തായിട്ട് പോകും? ക്യാൻസലായി പോകും, സീറോ. പക്ഷേ നെറ്റ് ഫോഴ്സ് സീറോ എന്ന് പറഞ്ഞിട്ട് അത് അവിടെ ഇങ്ങനെ നിൽക്കുവാണോ? അല്ല. എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഇക്വിലിബ്രിയത്തില്ല. മനസ്സിലായോ? അങ്ങനെയുള്ള ഇക്വിലിബ്രിയത്തിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡൈനാമിക് ഇക്വിലിബ്രിയം. ഇതിലും നല്ലൊരു എക്സാമ്പിൾ പറയാൻ എനിക്കറിയത്തില്ല. ഇത് അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായോ മിഷേലെ? മനസ്സിലായി. കാറിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല എക്സാമ്പിൾ ഇതായിരുന്നു. ആണോ? അതെ. ആണോ സന? ആണോ ദിവ്യ? ഓക്കെ. ഇതിപ്പോൾ നമ്മൾ ലീനിയർ മോഷൻ്റെ കാര്യം പറഞ്ഞത്. ഈ ഡൈനാമിക് ഇക്വിലിബ്രിയം നമുക്ക് റൊട്ടേഷണൽ മോഷനിൽ കൊണ്ടുവരാൻ പറ്റും. അതെങ്ങനെയാണെന്നറിയോ? നമ്മളിപ്പം ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറയാൻ പറ്റും. സൂര്യന് ചുറ്റിനും എർത്ത് കറങ്ങുമോ? ഇങ്ങനെ സ്പീഡിൽ കറങ്ങി പെതുക്കെ കറങ്ങി വീണ്ടും സ്പീഡിൽ കറങ്ങി പെതുക്കെ കറങ്ങി സ്പീഡിൽ കറങ്ങി പെതുക്കെ കറങ്ങി അങ്ങനെയാണോ കറങ്ങുന്നത്? പിന്നെ എങ്ങനെ കറങ്ങുന്നത്? ഒരേ സ്പീഡിലാണ് കറങ്ങുന്നത്. ആണോ? ഈ വർഷം ഈ ഇയറിൽ നിങ്ങൾ ഡേയ്സ് എണ്ണി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 365 ദിവസമുണ്ട്. അടുത്ത വർഷവും ഇയർ ഡേയ്സ് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? 365. അടുത്ത വർഷം എന്ത് തന്നെയാണ്? അതെന്തുകൊണ്ടാണെന്നറിയോ? എർത്ത് സംയമനം പാലിച്ച് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എർത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. എന്നാൽ അതേ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? സീറോ. കാരണം എർത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യൻ്റെ അടുത്തോട്ട് വലിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൂര്യനെ എന്ത് ചെയ്യുന്നുണ്ട്? എർത്തിൻ്റെ അടുത്തോട്ട് വലിക്കാനും ശ്രമിക്കുന്നുണ്ട്. രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് സീറോയാണ്. അപ്പോൾ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാലും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ? അത് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ. അപ്പം നമുക്ക് നിങ്ങൾ ഇക്വിലിബ്രിയം എഴുതി കഴിഞ്ഞിട്ട് എഴുതേണ്ട രണ്ട് കാര്യങ്ങൾ എഴുതിക്കോളൂ. നമ്മുടെ ഇപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എഴുതിക്കോ. എഴുതാനുള്ള കാര്യം രണ്ടെണ്ണം ഉണ്ട്, അതൊന്ന് എഴുതിക്കോ. ഇത് എഴുതി കഴിഞ്ഞിട്ട് സ്റ്റാറ്റിക് കൈൻഡ്സ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് എഴുതിക്കോ. കൈൻഡ്സ് ഓഫ് ഇക്വിലിബ്രിയം. EQB എന്നാണ് ഞാൻ എഴുതുന്നത്. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതിക്കോണം. അതിൽ ഒന്ന് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം.
സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെൻ എ ബോഡി remains in a state of rest under the influence of several forces, the body is in static equilibrium. അതേപോലെ തന്നെ ഡൈനാമിക് ഇക്വിലിബ്രിയം എഴുതാം. അടുത്തത് നോട്ട് ഇടുക, ഡൈനാമിക് ഇക്വിലിബ്രിയം എഴുതുക. അടുത്തത് when a body remains in state of motion അത് ട്രാൻസ്ലേഷനിലും ആകാം റൊട്ടേഷനിലും ആകാം കേട്ടോ. ട്രാൻസ്ലേഷനിലും ആകാം ഓർ റൊട്ടേഷനിലും ആകാം. റൊട്ടേഷണൽ under the influence of several forces. Under the influence of several forces, the body is said to be in dynamic equilibrium. കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം അതും കൂടെ എഴുതിക്കോ. കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ഒന്നുമില്ല, റിസൾട്ടൻ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 0 ആയിരിക്കണം. ദ റിസൾട്ടൻ്റ് ഫോഴ്സ് റിസൾട്ടൻ്റ് ഓഫ് all forces acting on the body should be 0. അതേപോലെ തന്നെ the algebraic sum of moment of all the forces acting on the body about the point of rotation should be 0. അതായത് ഒന്ന് ലീനിയർ മോഷൻ്റെ കേസിലെയും ഒന്ന് റൊട്ടേഷണൽ മോഷൻ്റെ കേസിലെയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ. ഓക്കെ ആണല്ലോ. ഒരു ടോപ്പിക് കൂടെ എഴുതിക്കോ, പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻ്റ്. ഇതങ്ങ് ബൈ ഹാർട്ട് ചെയ്യാനുള്ളതാണ്. പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻ്റ് പറയുന്നത് എന്താണെന്നറിയോ? സം ഓഫ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് മസ്റ്റ് ബി ഈസ് ഈക്വൽ ടു സം ഓഫ് ക്ലോക്ക് വൈസ് മൊമെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഒരു ബോഡിയിൽ എത്ര ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഉണ്ടാകുന്നോ അതിൻ്റെ എല്ലാം സം എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് മൊമെൻറ്റ് സമ്മുമായിട്ട് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ചിലപ്പം സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ എഴുതിയാൽ മതി, സം ഓഫ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. ആ വേരിഫിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ് പഠിക്കണ്ട, അതൊന്നും ചോദിക്കില്ല. ഓക്കെ.
ഓക്കെ, ഇത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും വായിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ, അതായത് ഇപ്പോൾ ഈ ഒരു സെഷൻ അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. നല്ല വൃത്തിക്ക് വായിക്കുക.